വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ആലോവേര ജെല്ലല്ല, ഞാൻ എങ്ങനെയാണ് ആലോവേര റെഡിയാക്കുന്നത് വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ വീട്ടിലത്തെ ആലോവേര പ്ലാന്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു തണ്ട് ആലോവേര മുറിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും തിക്കായിട്ടുള്ള ഏറ്റവും വലിയതായിട്ടുള്ള ആലോവേര നമുക്കങ്ങ് മുറിച്ചെടുക്കാം. അതിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കടഭാഗത്തുനിന്ന് ഇങ്ങനെ പതുക്കെ മുറിച്ചെടുക്കാം. ഇപ്പൊ നാട്ടിലൊക്കെ നല്ല സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലെ. ഇവിടെയൊക്കെ ഞാനിത് പോയി വാങ്ങിച്ചതാണ് നഴ്സറിയിൽ നിന്ന്. അപ്പൊ ഇതിന്റെ കണ്ടില്ലേ, അപ്പൊ ഈ ആലോവേരയുടെ ഇത് മുറിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു, അതായത് ഈ ഇവിടെ കണ്ടില്ലേ മഞ്ഞ ദ്രാവകം പോലെ ഇങ്ങനെ വരാൻ തുടങ്ങും. ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. നമ്മളെ തലയിലൊക്കെ ഇതേപോലെ ഈ ദ്രാവകം മഞ്ഞ കളറുള്ള ദ്രാവകം ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരും. അതുകൊണ്ട് ഇതൊരിക്കലും നമ്മൾ എന്താ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം നേരം നമ്മൾ ഇതിങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ വെക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആ യെല്ലോ കളർ ആയിട്ടുള്ളത് അങ്ങ് പൊക്കോളും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു തണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഇതിന്റെ ആ ഒരു മഞ്ഞദ്രാവകം ഒലിച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി വാഷ് ചെയ്തിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ജെല്ലങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിനാന്ന് അറിയാമോ, എനിക്ക് ഭയങ്കര സ്കിൻ ഇറിറ്റേഷൻ ഉള്ള ഒരു സംഭവമാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ എന്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ചൊറിയാൻ തുടങ്ങും. അപ്പൊ ഇതുപോലെ അങ്ങ് ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചിലർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകാം. ഇതാ, അപ്പൊ ഞാൻ നമ്മുടെ ആലോവേര എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഈ ഭാഗമില്ലേ, നമ്മൾ ആ മുറിച്ച കടഭാഗത്തിന്റെ ഭാഗം, ആ മഞ്ഞ കളറ് വന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എങ്കിൽ പോലും കുറച്ച് മഞ്ഞ കളർ ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. നിങ്ങൾ വിചാരിക്കും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഫലവും പോകുന്നു. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എക്സസ് ആയിട്ടുള്ള ഈ മഞ്ഞദ്രാവകം കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ഈ സംഭവം എനിക്ക് ചെറുപ്പത്തിലൊന്നും ഉപയോഗിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിലുള്ള അമ്മ, കാരണം അവർക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവരിപ്പോൾ തേച്ച് കഴിഞ്ഞാലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. പറമ്പിൽ നിന്ന് മുറിച്ച് ഫ്രഷ് ആയിട്ട് തേക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്ന കാരണം ഞാൻ അങ്ങനെ തേക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചും മുഖത്തും തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ചൊറിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പിന്നെ കുറേ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് എനിക്കത് ശരിയാവാറുള്ളത്. അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഡെലിവറി സമയത്ത് ഡെലിവറി നോക്കാൻ വന്നിരുന്ന ഒരു ചേച്ചി, വത്സല ചേച്ചിയാണ് ഇത് വീണ്ടും എനിക്ക് ഇത് ഉപയോഗിക്കാം, മോൾക്ക് പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഇതുപോലെ ഈ മഞ്ഞ കളറ് സംഭവമാണ് എൻ്റെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യവും എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ വത്സല ചേച്ചിക്ക് ഈ സമയത്ത് എൻ്റെ താങ്ക്സ് പറയാണ് ഞാൻ. കാരണം നമുക്ക് അറിയില്ലല്ലോ പല കാര്യങ്ങളും. കണ്ടില്ലേ, ഇപ്പോഴും കണ്ടില്ലേ ചെറിയതായിട്ട് മഞ്ഞ കളർ വരുന്നത്. അപ്പോൾ ഇത് വളരെ ദോഷമാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രശ്നമില്ല, സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങ് മുറിക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് നമുക്ക് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് അങ്ങ് എടുക്കാം. ഈ മുള്ളൊന്നും എടുക്കണ്ട. ഇപ്പോൾ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മൾ സ്കിൻ കെയറിനല്ല, ഇതിപ്പോൾ ഞാൻ തലമുടിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ സ്കിന്നിന് തേക്കുന്നതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലിൻ്റെ പോലെ എങ്ങനെയാക്കാമെന്ന്. അത് നമുക്ക് പറ്റും, പക്ഷേ എന്താ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒന്നും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതെന്തിനാണ് ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജെല്ലാണ് ശരി, നമുക്ക് അങ്ങനെ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അതിലോട്ട് വീണ്ടും സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ജെല്ല് രൂപത്തിലാക്കുന്നതെന്നുള്ള എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് അഗറോ ജലാറ്റിനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ജെല്ല് പോലെ ആക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി അതിനോട് വലിയ യോജിപ്പില്ല. കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനൊരു എപ്പിസോഡിൽ കാണിക്കാം. ഓക്കെ, ഇത് മതി, ഇതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. ഇതിന് ഇവിടെ ഒരു 10 ദിറംസ് ഉണ്ട്. അത് ഓരോ കട അനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ ലുലുവിൽ അവൈലബിൾ ആണ്. നമ്മുടെ വാഴയിലൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഈ സംഭവം ഉണ്ട്. അതുപോലെ തന്നെ സ്പിന്നീസിലുണ്ട്. മിക്ക സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഈ അലോവേര വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് അലോവേര വേണമെന്നുണ്ടെങ്കിൽ ലുലുവിൽ പോകുന്ന സമയത്ത് ആ സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു നമുക്ക് ആവശ്യത്തിന് ഒരാഴ്ചയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോ അലോവേരയുടെ ഇതേപോലത്തെ ഒരു പീസ് വാങ്ങിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ അലോവേര ഞാൻ കുറേ നേരം വെള്ളത്തിൽ
വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മഞ്ഞ ദ്രാവകം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി നമുക്കിത് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ജെല്ല് മാത്രം അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ ജെല്ല് റിമൂവ് ചെയ്യാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. വലിയത് മുറിക്കുന്നേക്കാളും എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു കത്തി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പച്ച ഭാഗം ഇങ്ങ് മുറിച്ച് കളയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ജെല്ല് മാത്രം നമുക്ക് ഇതേപോലെ തന്നെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് വടിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജെല്ല് മാത്രം അങ്ങ് എടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിലത്തെ കംപ്ലീറ്റ് ജെല്ലും റിമൂവ് ചെയ്യാൻ പറ്റും. ഇതല്ലേ എളുപ്പം. പണ്ടൊക്കെ ഞാൻ ഒറ്റ വലിയ അതിൽ നിന്നൊക്കെ ഒരുമിച്ച് എടുക്കുമായിരുന്നു. അപ്പോൾ പകുതി അതിലിരിക്കും, പകുതി വരില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണെങ്കിൽ ഞാൻ മത്തങ്ങി മുറിക്കുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, അതുപോലെ തന്നെ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, കുറേ കൊണ്ടുവരും. എന്നിട്ട് ഇതുപോലെ മാത്രം റിമൂവ് ചെയ്തിട്ട് ഒരു സിപ്പ് ലോക്ക് കവറിൽ അങ്ങിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അപ്പോൾ കുറേ നാളുകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇതുപോലെ 2-3 പീസ് എടുക്കുക, എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കുക. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന പോലെ ചെയ്യാം. പക്ഷേ അതേസമയം എല്ലാം കൂടി ഒരുമിച്ച് റെഡിയാക്കിയതിന് ശേഷം ഫ്രീസറിലെടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിളായി തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഇത് ഇൻ്റർനെറ്റിൽ ഇത് നിറയെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഉണ്ട്. ഞാനായിട്ടൊന്നും അല്ലാതെ പുതിയതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ഇത്ര വലിയ കാര്യം അല്ലേ? പക്ഷേ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞ കാരണം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതിലൊന്നും പുതിയതായിട്ട് കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജെല്ലി ഫോമൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇത് റിമൂവ് ചെയ്തതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മൊത്തത്തിൽ ആ ഒരു തണ്ടിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മിക്സിയുടെ ജാറിലോ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ അപ്പോഴും ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുളക് അരച്ചതിലൊന്നും ചെയ്യരുത് കേട്ടോ ചങ്ങാതിമാർ. എന്നാൽ പിന്നെ പറയണ്ടല്ലോ, മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്ത് സുഖമായിരിക്കും അല്ലേ? ആഹാ. അപ്പോൾ എപ്പോഴും വാഷ് ചെയ്ത് വൃത്തിക്ക് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജാറ് ഉപയോഗിക്കാത്തുണ്ടെങ്കിൽ അത് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇതിന് വേണ്ടി ഒരെണ്ണം മാറ്റി വെച്ചോളൂ. ഞാനിപ്പോൾ ഇവിടെ ജ്യൂസറാണ് എടുക്കുന്നത്. അപ്പോൾ ജ്യൂസറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എരിവുള്ളൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. ആപ്പിൾ അടിക്കാനും ഓറഞ്ച് അടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജ്യൂസറിലാണ് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാൻ ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസർ എടുത്തിട്ട് വരാം. അപ്പോൾ ജ്യൂസറിൻ്റെ ജാർ എടുക്കുക. അതിലോട്ട് നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഒട്ടും തന്നെ പച്ച കളറൊന്നും ഇല്ലാത്ത ഈ ജെല്ലിൻ്റെ ഭാഗം ജെല്ല് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ദേ അലോവേര ജ്യൂസ് ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അരിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഈ പാത്രത്തിൽ, അത് നമ്മുടെ ചായപാത്രം, ഇതിൽ തന്നെയാണ് ഞാനിതൊന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അരിപ്പ് വെക്കുക, അതിലോട്ട് അങ്ങ് അരച്ചു കൊടുക്കാം. എല്ലാം നല്ല നൈസായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നല്ല നൈസായിട്ടുള്ള അരിപ്പ് നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ കൂടി അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടതിന് ശേഷം ആദ്യം തന്നെ ഒരു 2-3 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി പിന്നെ ഒരു 4 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം കുക്കിംഗ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ പ്രോപ്പർട്ടി, അതായത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഇച്ചിങ് ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടി ഇതിൽ നിന്ന് മാറി കിട്ടുള്ളൂ. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അത് തേച്ച് കഴിഞ്ഞാലും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഈ കുക്കിംഗ് പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർ ഇത് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ശരീരത്തിൽ നമ്മൾ ഏത് ഭാഗത്ത് തേച്ച് കഴിഞ്ഞാലും ചൊറിയാതിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഈ അലോവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അല്ലേ, ഔഷധ സസ്യമാണ് അലോവേര എന്ന് പറയുന്നത്. നമുക്ക് പല കാര്യങ്ങൾക്ക് ഇപ്പോൾ തലമുടിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു ഐറ്റം മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതേസമയം മുഖത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേറെ ഐറ്റംസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. അത്യാവശ്യം മതി, കണ്ടില്ലേ നല്ല ക്ലിയർ ഒരു സൊല്യൂഷൻ പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ പതയൊക്കെ വറ്റി ഇത് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ചൂടാറാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റൊക്കെ പൊട്ടിച്ച് ഒഴിക്കണം. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലിക്വിഡിൻ്റെ ചൂടൊക്കെ അറിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു ചെറിയ അരിപ്പയിൽ കൂടി നല്ല നൈസായിട്ടുള്ള അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് നല്ല നൈസായിട്ടുള്ള അരിപ്പില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ല നൈസായിട്ടുള്ള തുണിയിൽ കൂടെ അരിച്ചാലും മതി. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അങ്ങ് പൊട്ടിച്ചൊഴിക്കാം. ഇത് ഇത്രയ്ക്ക് രണ്ടെണ്ണം മതിയാവും കേട്ടോ. ഒരുപാട് വൈറ്റമിൻ ഇ ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, ഓവറായിട്ട് അങ്ങ് സ്റ്റിക്കി ആയിട്ട് ഒരുപാട് അങ്ങ് ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും. അത് പോവാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 2 എണ്ണമൊക്കെ മതിയാകും. ഇതൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ വൈറ്റമിൻ ഇ ഒക്കെ. ഇവിടെ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്, നാട്ടിലൊക്കെ നല്ല ചീപ്പാണ്. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നിങ്ങൾക്ക് ആസ് ഇറ്റ് ഈസ് ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഐസ് ട്രേയിൽ ആണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ എനിക്ക് തലയിലൊക്കെ തേക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് മതിയാകും. ഇതിന് വേണ്ടി ഒരു ഐസ് ട്രേ നമുക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഐസ് ട്രേ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നേരത്തെ ഒരെണ്ണത്തിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത്രയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതേപോലെ തന്നെ എത്ര ക്യൂബ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതലുണ്ടാക്കി വെച്ചോളൂ. 3, 6, 8, 8.5 ക്യൂബ് കേട്ടോ. ഇത്രേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു തണ്ടിൽ നിന്ന് ഇത്രയും കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇത് നമുക്കങ്ങ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഐസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആലോവേര നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഐസ് പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ആലോവേര റെഡിയാക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ തലമുടിയിലൊക്കെ തേക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്യൂബ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അതിൻ്റെ തണുപ്പാറാൻ അനുവദിക്കുക. ഓക്കെ, ഇത്രയും തണുപ്പോട് കൂടി നമ്മൾ ഒരിക്കലും തലയിൽ തേക്കാൻ പാടില്ല. ഫേസിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തലയിൽ ഇത്ര തണുപ്പോട് കൂടി തേച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? കോൾഡ് വരും അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ തണുപ്പാറിയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കാസ്റ്റർ ഓയിൽ ആണെങ്കിൽ കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ നല്ല കോക്കനട്ട് ഓയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ചിട്ട് പിടിപ്പിക്കാം. ഞാൻ വെച്ചാൽ ഓൾറെഡി തലയിൽ എണ്ണ തേച്ചതിന് ശേഷമാണ് ഈ സംഭവം തേക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്തോളൂ. എന്നിട്ട് ഇത് ഒരു 20 മിനിറ്റെങ്കിലും മിനിമം, ഞാൻ നിറയെ തേക്കാറില്ല, നിറയെ ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും തേച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. അതേസമയം നിങ്ങൾക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ ജെല്ല് എപ്പോഴെങ്കിലും പുരട്ടാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജെല്ല് അതിന് വാഷ് ചെയ്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് ഞാൻ തലയിൽ തേക്കുന്ന ജെല്ല് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജെല്ല് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ. ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന ജെല്ല്, മൾട്ടി പർപ്പസ് ആലോവേര ജെൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ബേബി സോഫ്റ്റ് ആൻഡ് സൂത്തിങ് ഫേസ് ബോഡി ഹെയർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. യോക്കോ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇത് ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇതാണുള്ളത്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇതുപോലെ ഈ ജെല്ല് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജെല്ലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ആ ജെല്ല് ഉപയോഗിച്ചോളൂ, യാതൊരു വിരോധവും ഇല്ല. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ജെല്ല് എൻ്റെ അടുത്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ജെല്ലിൻ്റെ പേര് എനിക്ക് ആലോചിച്ചിട്ട് ഓർമ്മ വരുന്നില്ല. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഉപയോഗിച്ചിരുന്ന ജെല്ല് അതും നല്ലതാണ്. അത് 99 രൂപയായിരുന്നു വില. ഇതിൻ്റെ വില സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ജാനാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിനി അടുത്ത പ്രാവശ്യം പർച്ചേസിന് പോകുമ്പോൾ നോക്കിയിട്ട് ഇതിൻ്റെ വിലയും കൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സ്പെസിഫിക് ബ്രാൻഡൊന്നുമില്ല, നോക്കിയിട്ട് നല്ല ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്കിൻ ട്രീറ്റ്മെൻറ്റ് കാണിച്ചു തരാൻ. സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിന്ന് വളരെ നല്ലതൊന്നുമല്ല കേട്ടോ. അതിനുള്ളൊരു നിങ്ങൾക്ക് സ്കിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിന്നിനെ കുറിച്ചുള്ള കെയറൊക്കെ ഇടാനുള്ള വീഡിയോ ഇടാനുള്ള ഒരു യോഗ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വ്ളോഗേഴ്സും നല്ല മിടുക്കി കുട്ടികളും ഓൾറെഡി യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് അവർ ചെയ്യുന്നതായിരിക്കില്ല അതിൻ്റെ നല്ലത്. കാരണം നമ്മളുടെ സ്കിന്ന് നല്ലതാണെങ്കിലല്ലേ നിങ്ങൾക്കും അത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അർഹതയില്ലാത്ത കാര്യം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതും നിങ്ങൾ ഒരുപാട് നിർബന്ധിച്ച കാരണമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങളത് ഈ വീഡിയോ കണ്ട് റെസ്പോൺസ് നോക്കിയിട്ട് മാത്രമേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു വീഡിയോൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓക്കെ, പിന്നെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. നാളെ അവരുടെ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് ബിസിയാണ്, കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് റിവിഷൻ ചെയ്യാനുണ്ട്, പുറത്ത് പോകാനുണ്ട്, അങ്ങനെ കുഞ്ഞ് ബിസി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് ഫേസ് ഒന്നും കാണിക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.